അഞ്ചാം പേത എന്ന സിനിമ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നേ വരെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും വരാത്തൊരു സിനിമയാണ്. പുതുമുഖങ്ങളാണ് എൻ്റെ അഭിനയിച്ചതെന്ന് പറയാറ്. ഞാൻ അതിനകത്ത് മാത്യു എന്ന കഥാപാത്രം ചെയ്ത ആളാണ്. പക്ഷേ തിയേറ്ററിൽ ഒരാൾക്ക് പോലും അതായത് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല പടത്തിന്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉയർത്തി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കലർന്നുള്ള അമിതമായിട്ടുള്ള അഭിനിവേശത്തിൻ്റെ ഒരു കഥയും കൂടിയാണ്. കാരണം ഈ പ്രസംഗം എന്ന് പറഞ്ഞത് കാര്യങ്ങൾ ഇന്ത്യയിലായതുകൊണ്ട് 3 കാര്യങ്ങളാണ് നടപ്പിലാക്കുമെന്നാണ് എൻ്റെ അറിവ് വന്നത്. ഒന്ന് സാനിയ മിർസ. പക്ഷേ ഇത് ഞാൻ അറിയുന്നത് ഈ സിനിമയിലൂടെയാണ് പ്രസംഗം എന്ന് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് നമ്മുടെ അഞ്ചാം പേത സിനിമയിലൂടെ നമ്മുടെ ഡയറക്ടറായ മുജീബിക്ക അത് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മതഭ്രാന്തായിട്ട് നിൽക്കുന്ന ആളുകളെ ഒരു മുൻമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ അത്ര അനുഭവിച്ച് പോകില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മെസ്സേജും കൂടിയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം. എന്തായാലും ഈ പടം പുതുമുഖങ്ങളെന്നതിൻ്റെ പേരിൽ ആരും സിനിമ കാണാതിരിക്കരുത്. എന്തായാലും നിങ്ങളൊരു 150-200 മുടക്കിയാൽ അതിനെല്ലാം ലാഭമുണ്ട്. കാരണം അങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരിക്കലും ഈ പടം ആർക്കൊരു മോശമെന്ന് പറയത്തില്ല. ഇത് കേരളത്തിലെ എല്ലാ തിയേറ്ററിൽ നിന്നും ആളുകളുടെ റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് കുറേ ആളുകളുടെ അഹോരാത്രമായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ഈ തിയേറ്ററിലൂടെ കാണാൻ പറ്റി. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഈ എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? രണ്ടു വാക്ക് പറയാമോ നമ്മുടെ മൂവിനെ കുറിച്ച്? അല്ല, അത് വേറെ പറഞ്ഞോളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരെ കൂടെ? നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു. ഇപ്പോൾ പൊതുവെ കണ്ടിറങ്ങുന്നവർക്ക് ആ ഒരു എന്താ പറയുക, അവർ പറയുമ്പോഴാണ് നമുക്കത് ഫീൽ കിട്ടുക. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടായിരുന്നു, അത് നന്നായിരുന്നു, ഇതിങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ഓക്കെയാണ്, എല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് കണ്ടിറങ്ങുമ്പോൾ തന്നെ അവർ പറയും, ഞങ്ങളോട് പറയും ഇതെങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു എന്ന് പറയും. ഓക്കെ, നമ്മൾ ചെയ്ത വർക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്ത വർക്കാണെങ്കിൽ ഞങ്ങൾ ആ സിനിമ ഇരുന്ന് കാണുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത വർക്കാണ് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല. അത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടെക്നിക്കലി എല്ലാം സൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കാണും. ഒത്തിരി വിഷയങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തൊരു സിനിമയാണ് അല്ലേ? ഇപ്പോൾ പ്രണയമാണെങ്കിലും ടെററിസം ആണെങ്കിലും അതുപോലെ തന്നെ ഒരു കുറ്റാന്വേഷണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോട് നിങ്ങൾ നമ്മുടെ കഥ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എന്തെങ്കിലും സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തോന്നിയ ചില പോയിന്റുകളിൽ ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രം എന്ന് വരുന്ന സമയത്ത് അവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ കഥാപാത്രം ഇങ്ങനെ ആകണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കതൊരു ഓൾട്ടറേഷൻ വന്നിട്ടില്ല. അത് പിന്നെ ഇതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരു കുറേ വിഷയങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് സംഭവിച്ചു പോയതാണ്. അല്ലാതെ ഇന്ന ഇൻറ്റൻഷനലി നമ്മളിങ്ങനെ ചെയ്യണം അങ്ങനെയല്ല. സ്ക്രിപ്റ്റിൽ വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറെ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം മേ ബി സമയത്തിന്റെ കുറച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കഴിഞ്ഞാൽ സമയം പോകും. ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കൺഫേം ആയിട്ട് നമുക്കറിയാം. പക്ഷെ ചില അതൊക്കെ ഒഴിവാക്കി നമ്മൾ മാക്സിമം എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു വിജയമായി മാറട്ടെ. താങ്ക് യു. ജനങ്ങൾ കണ്ടാൽ തന്നെ വിജയമാവുള്ളൂ, അതാണ് പ്രശ്നം.